ലച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മഹാശിവരാത്രിയിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതിൽ കൂടുതലായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. നമുക്കിവിടെ ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെ നല്ലൊരു കാർഡാണ്. വളരെ ഒരു അബണ്ടൻസിന്റെ, ഒരു വെൽത്തിന്റെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ എല്ലാം ഒരു കാർഡാണ് നമുക്ക് ഈ ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെയധികം ലാഭം നിങ്ങളുടെ ആ ബിസിനസ്സിൽ ഉണ്ടാവുന്നു. വളരെയധികം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം അബണ്ടൻസ് ഉണ്ടാവുന്നു, പ്രോസ്പെരിറ്റി എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. അത് നിങ്ങളുടെ ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായിട്ട് പണം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷെ ലോട്ടറി പോലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിട്ടി അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കാൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അർഹതപ്പെട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ആ ഒരു പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങൾ മെൻ ആയാലും വുമൺ ആയാലും എല്ലാം നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ വളരെയധികം ഇംപ്രൂവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേയധികം പണം വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കുറെ ജനറസ് ആവുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് തോന്നുക, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം വരിക, അതൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു എംപ്രസ് എനർജിയിലേക്ക്, കിങ്ങിന്റെ എനർജി, കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി മാത്രമല്ല എംപ്രസ് എനർജി കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. വളരെയധികം അട്രാക്റ്റീവ് ആവുന്നു, വളരെയധികം അബണ്ടന്റ് ആവുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒരു നർച്ചറിങ്, അതായത് വളരെയധികം സ്നേഹത്തോടെ കരുതലോടുകൂടെ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയോട് പെരുമാറാനൊക്കെ കഴിയുന്നു. അതുപോലെ നിങ്ങൾ പാരന്റ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും ഒരു ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു എവല്യൂഷൻ, മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വന്ന് വളരെയധികം നിങ്ങൾ അട്രാക്റ്റീവ് ആവുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു നല്ല സമയമാണ്. അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നവർക്ക് അതിനൊക്കെ ഒരു റിസൾട്ട്, പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണുന്നത്. അപ്പൊ എല്ലാ തരത്തിലും ഉള്ള ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. കപ്സ് എനർജിയാണ്, 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ വിഷ് കം ട്രൂ സിറ്റുവേഷൻ, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലേക്ക്, അങ്ങനത്തെ ഒരു ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു. അതായത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഇമോഷണലി വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇമോഷണലി വളരെയധികം നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത ഇല്ലാതെ ഇരുന്നിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഇമോഷണലി നിങ്ങൾക്ക് വളരെ കൂളായിട്ട് കാമായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ ഇമോഷണലി നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആവുന്നു. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ആ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനത്തോടുകൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന് നിങ്ങൾ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ അതുപോലെ ഫിനാൻഷ്യലി ആയാലും അതുപോലെ ഇമോഷണലി ആയാലും റിലേഷൻഷിപ്പിലായാലും എല്ലാം ഒരു സക്സസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു സമാധാനം അത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഇമോഷണലി നിങ്ങളൊരു ബാലൻസ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്കൊരു ഹാർമണി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ, അതുപോലെ നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിലെല്ലാം ഒരു ഹാർമണി ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വളരെയധികം സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട്
കഴിയുന്നത്. ഓക്കെ, അതുപോലെ വീണ്ടും നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിന്നിരുന്ന കാര്യങ്ങൾ, അതായത് രണ്ട് കാര്യങ്ങളെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, അതായത് അത് രണ്ട് സിറ്റുവേഷൻ ആയിരിക്കാം, രണ്ട് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വർക്കായിരിക്കാം, അങ്ങനെ എന്തോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊരു ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഒരു പക്ഷേ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, അല്ലെങ്കിൽ രണ്ട് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം, അതിലേതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ ഏത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കാനായിട്ട് കഴിയുന്നു. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്ത് അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നു. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ചാലഞ്ചസുകൾ, പലതരത്തിലുള്ള ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കരിയറിലൊക്കെ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഫോക്കസ് നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കാം, നല്ലൊരു ഓൺടർപ്രണർ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നല്ല ലീഡേഴ്സ് ആയിരിക്കാം. നിങ്ങൾ ഏത് ജോലി ആണ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ ഒരു ചെറിയ ജോലി ആണെങ്കിൽ പോലും അവിടെ നല്ലൊരു ലീഡറായിട്ട് മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യാനും എല്ലാം കഴിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് വളരെ സന്തോഷം തരുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, റീയൂണിയന്റെ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണുമായിട്ട്, അങ്ങനെ പാസ്റ്റ് പേഴ്സൺ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുമായിട്ട് നിങ്ങൾക്ക് കണ്ടുമുട്ടാനും, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം, കെയർ, ആ ഒരു ഹാപ്പിനെസ്, ആ വ്യക്തിയുമായിട്ട് നല്ല മൊമെന്റ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലായാലും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ, നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടുന്നു. അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഇംപ്രൂവ്മെന്റ് വരുന്നു. അതുപോലെ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നു, പുതിയ പുതിയ ഫ്രണ്ട്സിനെ ലഭിക്കുന്നു. ആ ഫ്രണ്ട്സും ഒന്നിച്ച് നിങ്ങൾ നല്ലൊരു ഹാർമണിയിൽ, അത്ര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾക്ക് ഇത് പ്രൊപ്പോസലാണ്, മാരേജ് പ്രൊപ്പോസലാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു മാരേജ് പ്രൊപ്പോസൽ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും ഒരു ടുഗദർനെസിന്റെ ഒരു കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണും കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മ്യൂച്വൽ അട്രാക്ഷനും ആ ഒരു മ്യൂച്വൽ ഒരു കണക്ഷൻ, ഇമോഷണൽ കണക്ഷനും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ലവ് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷനൊക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നത്, നിങ്ങൾ ഇൻഡ്യൂഷനിൽ നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ടി വരില്ല. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ വരുന്നതൊക്കെ ആയിട്ട് കാണുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇന്നർ നോളേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ വളരെ പവർഫുൾ ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു ഡിവൈൻ ഫെമിനൈൻ ആയിട്ടുള്ള നമ്മൾ നേരത്തെയും പറഞ്ഞു, ആ ഒരു ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഉള്ള ഒരു ആക്ഷനൊക്കെ നിങ്ങളിൽ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ചിന്തകളെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെയധികം മൊറാലിറ്റിയൊക്കെ വളരെയധികം കീപ്പ് ചെയ്യുന്ന വ്യക്തികൾ, കൂടുതലായിട്ട് മോറൽ വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ 222, 111 കാണുന്നുണ്ട്. അപ്പൊ ഈ 222, 111 ഒക്കെ കാണുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഇത് റെസനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കൂടെ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ബിസിനസ്സിലാവാം, നിങ്ങളുടെ കരിയറിലാവാം, നിങ്ങളുടെ എഡ്യൂക്കേഷനിലാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും. ഒരു പുതിയ റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വാങ്ങുക, അതായത് ഭൂമി വാങ്ങുക, അതുപോലെ വീട് വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു അവസരം
നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കൂടുതലായിട്ട് സ്റ്റേബിൾ ആവുന്നു. അതായത് ഒരു വീടൊക്കെ വെച്ച് സ്റ്റേബിൾ ആവുന്നത് പോലെ സ്റ്റേബിലിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പുതിയ കാര്യം തുടങ്ങി, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ വളരെയധികം, അല്ലെങ്കിൽ അതൊരു റിലേഷൻഷിപ്പോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും അതിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും അച്ചീവ് ചെയ്യണം എന്നുള്ള അത്രയും ഒരു വിൽ പവർ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അത് നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു സെൽഫ് കൺട്രോൾ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. അത് ചിലപ്പോൾ ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തിനാണെങ്കിലും വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ലഭിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഇതുവരെ അവ്യക്തമായിരുന്നിരുന്ന പല കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിന്നിരുന്ന കാര്യങ്ങള്, അതിനൊക്കെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ഇവിടെ ചിലർക്ക് റീയൂണിയൻ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ റീയൂണിയൻ തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോ അങ്ങനെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതുപോലെ നിങ്ങൾ പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരുന്നിരുന്ന ഒരു സിറ്റുവേഷനൊക്കെ തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ അവിടെ സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കുന്നതായിട്ടാണ്. അതിപ്പോ ഏത് സിറ്റുവേഷൻ ആയാലും, റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു കരിയറോ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, എന്നെ ആരും കൂട്ടത്തിൽ കൂട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്നെ പരിഗണിക്കുന്നില്ല, ഈ ഒരു വ്യക്തി എന്നെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ അവരെന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു അവ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ ഉള്ള കാര്യമല്ല ഈ ഒരു കാർഡ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അതല്ല സംഭവം, അത് നിങ്ങള് മനസ്സിൽ ആലോചിച്ച് കൂട്ടി വെക്കുന്നത്, ആ ഓവർ തിങ്കിങ്ങിന്റെ ഒരു കാർഡാണത്. ഓക്കെ, അപ്പോ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. നിങ്ങൾ സ്വയം നിങ്ങളെ ഒരു ജയിലിൽ അടച്ച് വെച്ചിരിക്കുന്ന, നിങ്ങൾ സ്വയം ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്ക് മാറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന വ്യക്തികൾക്ക് ജസ്റ്റിസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ആദ്യം തന്നെ ഞാൻ പറയാം, അത് നിങ്ങളുടെ തോന്നലുകളാണ്. അപ്പൊ ആ ഒരു തോന്നലുകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നു. കുറച്ചും കൂടെ നിങ്ങൾക്ക് സിറ്റുവേഷൻ ഒക്കെ വളരെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാറുന്നു. അതുപോലെ നിങ്ങൾക്ക് അൺക്ലിയർ ആയിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ക്ലിയർ ആവുന്നു, അത് വെളിച്ചത്ത് വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ ഒരു നീതി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലിടങ്ങളിലോ മറ്റോ ഒക്കെ നിങ്ങൾക്കൊരു ഇക്വാലിറ്റി ഇല്ല, മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു ബാലൻസ് വരുന്നുണ്ട്, ഒരു ഇക്വാലിറ്റി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത്തരം കോടതി കേസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോ വളരെ നല്ല ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും അട്രാക്ട് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.